അസ്സലാമലൈക്കും, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഹെൽത്തി ആയിട്ടുള്ള അതേപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ജ്യൂസിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമ്മൾ ക്യാരറ്റും അതേപോലെ ഓറഞ്ചും യൂസ് ചെയ്തിട്ടാണ് ഇന്നത്തെ ഈ ഒരു ജ്യൂസ് തയ്യാറാക്കിയെടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഒട്ടും വൈകാതെ തന്നെ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ജ്യൂസ് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ജ്യൂസ് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 2 മുസമ്പി എടുത്തിട്ടുണ്ട്. മുസമ്പി അല്ലെങ്കിൽ ഓറഞ്ച് എടുത്താലും മതി. ഇനി വേണ്ടത് ക്യാരറ്റാണ്. ഞാനിവിടെ 2 ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. ക്യാരറ്റ് എടുക്കുന്ന സമയത്ത് ഒരുപാട് മൂത്തിട്ടുള്ള ക്യാരറ്റ് നമ്മൾ ഒരിക്കലും ജ്യൂസ് അടിക്കാനായിട്ട് എടുക്കാൻ പാടില്ല. ഇളയ ക്യാരറ്റ് നോക്കിയെടുക്കുക ജ്യൂസ് അടിക്കാനായിട്ട്, അപ്പോൾ കുറച്ചുകൂടി ഒരു ടേസ്റ്റ് ഉണ്ടാവും. ഇനി നമുക്ക് മുസമ്പിയുടെ തൊലി കളയുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ മുസമ്പിയുടെ 2 സൈഡും ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. അതിനുശേഷം നമുക്ക് ഇതേപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കുക. വരഞ്ഞു കൊടുക്കുന്ന സമയത്ത് ഒരുപാട് ഉള്ളിലോട്ട് പ്രസ് ചെയ്ത് കയറി പോകുന്ന രീതിയിൽ കട്ട് ചെയ്തെടുക്കാൻ പാടില്ല. അങ്ങനെ ആകുമ്പോൾ നമ്മൾ തൊലി പുറത്തോട്ട് പൊളിച്ചെടുക്കുന്ന സമയത്ത് അതിനുള്ളിലുള്ള ഒരു പൾപ്പും കൂടെ പുറത്തോട്ട് പോരും. അപ്പോൾ ഇതേപോലെ ഒരു 6-7 ഭാഗമായിട്ട് ഇതേപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കാം. അതിനുശേഷം നമുക്ക് കൈ വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് ഈ ഒരു തൊലി പുറത്തോട്ട് എടുക്കാനാവും. ഇതേപോലെ ഒന്ന് വലിച്ചെടുത്താൽ മതി. ഞാനിതിവിടെ തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മുറിച്ച് നോക്കാം. മുറിച്ച് നോക്കുമ്പോൾ അതിനുള്ളിൽ നമ്മുടെ തൊലിയുടെ ചെറിയൊരു ഭാഗമുണ്ട് ഇതിൻ്റെ മുകളിലായിട്ട് നിൽക്കുന്നത്. അത് നമുക്കൊന്ന് ഇതേപോലെ കട്ട് ചെയ്ത് മാറ്റാം. അതിന് ശേഷം നമുക്ക് ഇതിനുള്ളിലുള്ള കുരുവൊക്കെ ഒന്ന് റിമൂവ് ചെയ്യണം. ഇല്ലെങ്കിൽ നമ്മൾ ജ്യൂസ് അടിച്ചെടുക്കുന്ന സമയത്ത് കയ്പുണ്ടാവും. അപ്പോൾ ഇതേപോലെ കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ കുരു ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് റിമൂവ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഞാനിതിവിടെ കട്ട് ചെയ്ത് നോക്കിയ സമയത്ത് ഇതിനുള്ളിൽ ഒട്ടും കുരു ഇല്ലായിരുന്നു. അപ്പോൾ ഉണ്ടെങ്കിൽ ഇതേപോലെ കട്ട് ചെയ്ത് നോക്കുന്ന സമയത്ത് ഈ സെൻറ്ററിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെയാകുമ്പോൾ പെട്ടെന്ന് തന്നെ റിമൂവ് ചെയ്യാനും ഈസി ആയിരിക്കും. ഇനി നമുക്ക് ബാക്കിയുള്ള മുസമ്പിയും അതേപോലെ ക്യാരറ്റൊക്കെ നന്നായിട്ട് തൊലിയൊക്കെ കളഞ്ഞ് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ ക്യാരറ്റും അതേപോലെ മുസമ്പിയൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലോട്ട് മാറ്റി കൊടുക്കാം. അപ്പോൾ ആദ്യം തന്നെ മുസമ്പിയാണ് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് മാറ്റുന്നത്. എന്നിട്ട് ഇത് വെള്ളമൊന്നും ചേർക്കാതെ നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. അതിന് ശേഷം നമുക്കിതിലേക്ക് ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. അപ്പം ഞാനിതൊന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് കാണിക്കാം. ഞാനിവിടെ മുസമ്പി നന്നായിട്ട് അടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. ക്യാരറ്റ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് ഇതേപോലെ വളരെ ചെറുതായിട്ട് വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. ഇല്ലെങ്കിൽ നമുക്ക് ഒരുപാട് സമയം ഇത് അടിച്ചെടുക്കേണ്ടി വരും. കാരണം നമ്മൾ ക്യാരറ്റ് വേവിച്ചിട്ടൊന്നും അല്ല ചേർത്ത് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ അരിഞ്ഞ് കിട്ടാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഞാനിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഏകദേശം ഒരു 1/4 കപ്പിലും താഴെ മാത്രമേ ഒഴിച്ച് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വെള്ളം വേണ്ടാന്നുണ്ടെങ്കിൽ അല്ലാതെ തന്നെ അടിച്ചെടുത്താൽ മതി. കാരണം നമ്മൾ ആദ്യം തന്നെ മുസമ്പി ഒന്ന് അടിച്ചെടുത്തതാണ്. അപ്പോൾ അതിലുള്ള വെള്ളമൊക്കെ ഇതിലോട്ട് ഇറങ്ങിയിട്ടുണ്ടാവും. ഇനി ഞാനിതൊന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് കാണിക്കാം. ഞാനിതിവിടെ ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അരിപ്പയിലൂടെ ഒന്ന് അരിച്ചെടുക്കാം. ഞാനിതിവിടെ അരിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത്രയാണ് നമുക്കിതിൻ്റെ ജ്യൂസ് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത്. അതൊക്കെ നിങ്ങൾ മധുരം നോക്കിയിട്ട് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. അതേപോലെ ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ലെമൺ ജ്യൂസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ ഏകദേശം ഒരു 3/4 ടേബിൾ സ്പൂണോളം ലെമൺ ജ്യൂസാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഒരു ഗ്ലാസ്സിലോട്ട് സെർവ് ചെയ്യാം. ഞാനിവിടെ ഗ്ലാസ്സിൽ കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. അതല്ലെങ്കിൽ നമ്മൾ ജ്യൂസിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുന്ന സമയത്ത് നല്ല തണുത്ത വെള്ളം ഒഴിച്ച് കൊടുത്താലും മതി. അപ്പോൾ ഞാൻ ജ്യൂസ് ഗ്ലാസ്സിലോട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ ഈ ഒരു രീതിയിൽ ജ്യൂസ് തയ്യാറാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക.
വീണ്ടും മറ്റൊരു റെസിപ്പിയായിട്ട് നമുക്ക് കാണാം. താങ്ക് യു.